മലബാറിന്റെ പിന്നോക്കാവസ്ഥയും നമ്മുടെ നാടിനെ എന്തുമാത്രം പ്രയാസപ്പെടുത്തുന്നു എന്ന കാര്യം നമ്മൾ ഓരോരുത്തരും ആലോചിക്കുന്ന കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട് മലബാർ ജില്ലാ വിഭജന വികസന മുന്നേറ്റ സമിതി എന്ന ഒരു സമിതിക്ക് രൂപം നൽകി മലബാറിലെയും കേരളത്തിലെയും ജനങ്ങളുടെ ശ്രദ്ധ ഇതിലേക്ക് കൊണ്ടുവരാനുള്ള വലിയ ഒരു പരിശ്രമത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. 10-ാം തീയതി വരുന്ന മറ്റന്നാൾ ഞായറാഴ്ച CNA ഓഡിറ്റോറിയത്തിൽ ഒരു സെമിനാർ നടക്കുകയാണ്. ആ സെമിനാറിൽ കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ സാമുദായിക നേതാക്കളോടൊപ്പം പ്രധാന പത്രമാധ്യമ പ്രവർത്തകരും പങ്കെടുക്കുന്നുണ്ട്. പത്രമാധ്യമ പ്രവർത്തകരെ പ്രതിനിധീകരിച്ച് സീനിയർ പത്രപ്രവർത്തകനായ ശ്രീ ചേക്കുട്ടിയും അതുപോലെ തന്നെ മുഹമ്മദ് അലി കിനാലൂരും മുസ്തഫ മുണ്ടുപാറയും ഇതിൽ പ്രതിനിധീകരിക്കുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആം ആദ്മിയുടെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് വിൽസണും അതുപോലെ തന്നെ ഖാദർ മാലിപ്പുറവും NCPയുടെ സംസ്ഥാന പ്രസിഡന്റ് NA മുഹമ്മദ് കുട്ടിയും STPയുടെ ജനറൽ സെക്രട്ടറി ശ്രീ കൃഷ്ണനും അതോടൊപ്പം SP-യുടെ സമാജ്വാദി പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ പ്രഭാതും സാമുദായിക സംഘടനകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് കേരള മുസ്ലിം ജമാഅത്തിന്റെ ജില്ലാ സെക്രട്ടറി ജമാൽ മാഷ് കരുളായിയും സമസ്തയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ബഹുമാനായ നാസിർ ഫൈസി കൂടത്തായും വിഷ്ടത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഹുസൈൻ കാവനൂരും KNMനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രൊഫസർ അബ്ദുൾ നാസർ സാഹിബും SNDPയെ പ്രതിനിധീകരിച്ച് ജില്ലാ SNDPയുടെ സംരക്ഷണ സമിതി ചെയർമാൻ ശ്രീ ശശാങ്കനും ആഗോള നായർ സർവീസ് സൊസൈറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ജയൻ നായരും ഉൾപ്പെടെ നിരവധിയായ ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. കക്ഷി രാഷ്ട്രീയ ജാതിമത വ്യത്യാസവുമില്ലാതെ ഇത് നമ്മുടെ നാടിന്റെ ഒരു പ്രധാന വിഷയമായി ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മാറി മാറി വന്ന ഗവൺമെന്റുകൾ മലബാറിന്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കത്തക്ക രീതിയിലുള്ള ഒരു ഇടപെടലുകളും നടത്തിയിട്ടില്ല. നമ്മളെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ 1981 ശേഷം 24 ജില്ലകളും കർണാടകയിൽ 16 ജില്ലകളും പുതുതായി വന്നപ്പോൾ നമ്മുടെ കേരളത്തിൽ മാത്രമാണ് ജില്ലകൾ വിഭജിക്കപ്പെടാതെ നിൽക്കുന്നത്. നമ്മുടെ സാമൂഹ്യ രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യ രംഗത്ത്, റവന്യൂ രംഗത്ത്, എല്ലാ രംഗത്തും നിരവധിയായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും സൃഷ്ടിക്കുകയാണ്. ആശുപത്രികളിൽ രോഗികളെ ചികിത്സിക്കാൻ സ്ഥലമില്ല, വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ സീറ്റുകളില്ല, എല്ലാ നിലക്കുമുള്ള പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. ഇത് വിശദമായി നമ്മുടെ സെമിനാറിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ട് 10-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം വണ്ടൂരിലെ CNA ഓഡിറ്റോറിയത്തിൽ 4 മണിക്ക് നടക്കുന്ന സെമിനാറിൽ എല്ലാ ജനാധിപത്യ വിശ്വാസികളും എത്തിച്ചേരണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്.